ഇങ്ങനെ പ്രിഡേറ്ററി ബിഹേവിയർ ഉള്ള ഒരാളെ ഒരു പ്രധാനപ്പെട്ട പൊതുസ്ഥാനത്ത് തുടരാൻ അനുവദിച്ചുകൊണ്ട് ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പറയുന്നതിൽ എന്താ കാര്യം? 3.5 കൊല്ലം മുമ്പിൽ വന്ന പരാതിയിൽ ഒരു അച്ഛൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരൻ പിന്നീട് ഒരുപാട് സ്ഥാനങ്ങളിൽ എത്തുകയും അയാളുടെ അതേ സ്വഭാവം തുടരുകയും ചെയ്യുമായിരുന്നോ? എന്തുകൊണ്ടാണ് അച്ഛൻ ചെയ്യേണ്ട കാര്യം അവിടെ വി.ഡി. സതീശൻ ചെയ്തിരുന്നുവെങ്കിൽ പിന്നീടും നിരവധി പരാതികൾ ഉണ്ടായത് ഇതേ പെൺകുട്ടിക്ക് തന്നെ അതേ അനുഭവം ആവർത്തിക്കപ്പെട്ടത് എന്നുള്ളത് ആളുകൾ അത്ഭുതത്തോടു കൂടി കേൾക്കും. യെദ്യൂരപ്പയുടെ കാര്യമുണ്ട്, പി ശശിയുടെ ഉദാഹരണം അവിടെ നിൽക്കുകയാണ്. ഇവിടെ CKP പത്മനാഭൻ എന്ന് പറയുന്ന കണ്ണൂരിലെ പ്രഗത്ഭനായ CPM-ന്റെ നേതാവ് അദ്ദേഹത്തിന്റെ മകളുടെ കാര്യത്തിൽ ഒരു പരാതി പറഞ്ഞപ്പോൾ പരാതിക്കാരൻ പാർട്ടിയിൽ നിന്ന് പുറത്തായി. പരാതി ഈ പറയുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പി ശശി ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തുടരുകയാണ്. എന്നിട്ടാണ് കോൺഗ്രസിന് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കാൻ നിൽക്കുന്നത്. 4 വ്യക്തികളുടെ അനുഭവങ്ങൾ ഇതിനോടകം നമ്മുടെ മുമ്പിലുണ്ട്, പൊതുമണ്ഡലത്തിലുണ്ട്. ആ പറഞ്ഞ വാക്കുകൾ കേരളം കേട്ടിട്ടുണ്ട്. ഇതിനെല്ലാം ഒരേ പാറ്റേൺ ആണ്. പാലക്കാട് MLA ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്ന് സമൂഹത്തിന് ബോധ്യമാവുന്ന വിധത്തിലാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ. ഇനി അങ്ങോട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് എല്ലാവരും സംശയിക്കുന്നുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു പൊതുപ്രവർത്തകനാകാൻ ഫിറ്റാണോ പാലക്കാട് MLA? പാലക്കാട് MLA ആ പദവിയിൽ തുടരാൻ അനുവദിച്ചുകൊണ്ട് കോൺഗ്രസ് സമൂഹത്തോട് ചെയ്യുന്നത് എന്താണ്? അഭിലാഷേ, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ഉന്നതമായ നേതൃത്വം എന്ന് പറയുന്നത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. അദ്ദേഹം അസന്നിഗ്ധമായൊരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാർട്ടി നടപടിയെടുത്തു എന്നാണ്. പാർട്ടിയുടെ നടപടി വളരെ വ്യക്തമാണല്ലോ. പബ്ലിക്കിൽ വളരെ കൃത്യമായി പരാതിക്കാരി തന്നെ പരാതി ഉന്നയിച്ച സന്ദർഭത്തിൽ 24 മണിക്കൂറിനുള്ളിൽ ആ നടപടി എടുക്കപ്പെട്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ല. ഇതെന്താണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്? ആ പരാതിക്കാരി പോലും പോലീസ് സംവിധാനത്തെ ആശ്രയിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയും കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസമുണ്ട്, പ്രതിപക്ഷ നേതാവ് പിതൃതുല്യനാണ് എന്ന് പറഞ്ഞ പരാതിക്കാരിയോട് പ്രതിപക്ഷ നേതാവ് എടുക്കുന്ന ഒരു സമീപനമുണ്ട്. ആ കുട്ടിയുടെ പരാതിയെ അവരെ ഓൺ ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മകളുടെ പ്രായമുള്ള ഒരാളാണ്, എൻ്റെ മകളുടെ പ്രായമുള്ള ഒരാൾ എന്നോടൊരു പരാതി പറഞ്ഞാൽ ഒരച്ഛൻ എന്ത് ചെയ്യുമോ അത് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം വളരെ പരസ്യമായി പറഞ്ഞു. അവിടെ ശ്രീ അനൂപ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ അച്ഛന്റെ സ്ഥാനമുള്ള V.D. സതീശൻ, അത് പ്രായം കൊണ്ട് മാത്രമല്ല, പറവൂരുകാരിയാണ് ആ പെൺകുട്ടി, അവർ കുടുംബ സുഹൃത്തുക്കളുമാണ്, നേരത്തെ പരിചയമുള്ള ആളുകളാണ്, ഒരുമിച്ച് ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടൊക്കെ ഉള്ള ആളുകളാണ്. അപ്പം 3.5 കൊല്ലം മുമ്പിൽ വന്ന പരാതിയിൽ ഒരു അച്ഛൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരൻ പിന്നീട് ഒരുപാട് സ്ഥാനങ്ങളിൽ എത്തുകയും അയാളുടെ അതേ സ്വഭാവം തുടരുകയും ചെയ്യുമായിരുന്നോ? എന്തുകൊണ്ടാണ് അച്ഛൻ ചെയ്യേണ്ട കാര്യം അവിടെ V.D. സതീശൻ ചെയ്തിരുന്നുവെങ്കിൽ പിന്നീടും നിരവധി പരാതികൾ ഉണ്ടായത് ഇതേ പെൺകുട്ടിക്ക് തന്നെ അതേ അനുഭവം ആവർത്തിക്കപ്പെട്ടത് എന്നുള്ളത് ആളുകൾ അത്ഭുതത്തോടു കൂടി കേൾക്കും. അല്ല, ഇവിടെ ആ പെൺകുട്ടി തന്നെ പറഞ്ഞത് എന്താ? എനിക്കൊരു കേസുമായി പോകാൻ താല്പര്യമില്ല. ഈ ഘട്ടത്തിൽ ആ പെൺകുട്ടി പറഞ്ഞത്, ആ പരാതിക്കാരി പറഞ്ഞത്, ഇയാൾ സ്വയം നവീകരിക്കപ്പെടട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്, എൻ്റെ സുഹൃത്തായി തന്നെയാണ് കരുതുന്നത്, ഞാൻ പ്രതിപക്ഷ നേതാവിനെ വിവരം അറിയിച്ചു, അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന പരാതി പോലീസിനെ സമീപിക്കാൻ, നിയമ സംവിധാനത്തെ സമീപിക്കാൻ ഈ പറയുന്ന പരാതിക്കാരികൾ പോലും താല്പര്യപ്പെടാത്ത സാഹചര്യത്തിൽ ഒരു പാർട്ടി സംവിധാനമുള്ള എന്നുള്ള രീതിയിൽ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു. ഒരു കാര്യം, എനിക്ക് വേണമെങ്കിൽ ഡാറ്റകൾ കാണിച്ച്, മുൻകാല ഉദാഹരണങ്ങൾ കാണിച്ച്, CPM ഈ വിഷയത്തിൽ എന്തു ചെയ്തു, BJP ഈ വിഷയത്തിൽ എന്തു ചെയ്തു, ഞങ്ങൾ ചെയ്ത ഇതാണെന്ന് പറയാം. പക്ഷെ അത്തരമൊരു താരതമ്യത്തിനെ ഞാൻ മുതിരുന്നില്ല. അവിടെ പ്രശ്നം ഇതിപ്പോ കോൺഗ്രസ്, BJP, CPM എന്ന കള്ളിയിൽ കാണേണ്ട ഒരു രാഷ്ട്രീയ വിഷയമല്ലല്ലോ. കാരണം ഏതെങ്കിലും രാഷ്ട്രീയ ബന്ധമുള്ള ആളുകളല്ല പരാതി ഉന്നയിച്ച 4 പേരും എന്ന് മാത്രമല്ല, അവർ പറയുന്ന കാര്യം ഇയാൾ എങ്ങനെയാണ് ഒരു പ്രിഡേറ്ററായി പ്രവർത്തിച്ചത്, അതിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുമ്പോൾ കോൺഗ്രസ്സുകാരും CPM-കാരും ആയ അല്ലെങ്കിൽ BJP-കാരോ മറ്റുള്ളവരോ ആയ എല്ലാ ആളുകൾക്കും കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇതിനെ കോൺഗ്രസിന്റെ ആകപ്പാടെയുള്ള രാഷ്ട്രീയ സംവിധാനത്തിന്റെ പ്രശ്നമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇങ്ങനെ പ്രിഡേറ്ററി ബിഹേവിയർ ഉള്ള ഒരാളെ ഒരു പ്രധാനപ്പെട്ട പൊതുസ്ഥാനത്ത് തുടരാൻ അനുവദിച്ചുകൊണ്ട് ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പറയുന്നതിൽ എന്താ കാര്യം? അല്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇവിടെ ഈ പരാതിക്കാരിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വിശ്വാസമുണ്ട്. ഇപ്പോഴും ആ വിശ്വാസത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായതായി അവർ പറയുന്നില്ല. ആദ്യം പരാതി ഉന്നയിച്ച വ്യക്തിക്കാണ് കോൺഗ്രസ് പാർട്ടിയോടുള്ള വിശ്വാസം. ബാക്കി 3 പേരും പാർട്ടിയോടല്ല പരാതി, അവരുടെ അനുഭവം പറയാൻ. ഇപ്പോൾ പോലും പോലീസ് കേസെടുക്കാത്ത സാഹചര്യത്തിൽ
FIR ഇടാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ അഭിലാഷ് പറയുന്ന കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് അതിനോട് പ്രതികരിക്കാൻ തയ്യാറാണ്. ഇവിടെ കോൺഗ്രസിന്റെ മൊറാലിറ്റിയെ, ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന CPM-ന്റെയും BJP-യുടെയും പ്രതിനിധികളുണ്ട്. ഇവിടെ യെദിയൂരപ്പയുടെ കാര്യമുണ്ട്, P. ശശിയുടെ ഉദാഹരണം അവിടെ നിൽക്കുകയാണ്. ഇവിടെ CKP പത്മനാഭൻ എന്ന് പറയുന്ന കണ്ണൂരിലെ പ്രഗത്ഭനായ CPM-ന്റെ നേതാവ്, അദ്ദേഹത്തിന്റെ മകളുടെ കാര്യത്തിൽ ഒരു പരാതി പറഞ്ഞപ്പോൾ പരാതിക്കാരൻ പാർട്ടിയിൽ നിന്ന് പുറത്തായി, പരാതി ഈ പറയുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന P. ശശി ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തുടരുകയാണ്. എന്നിട്ടാണ് കോൺഗ്രസിന് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കാൻ നിൽക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ഇക്കാര്യത്തിൽ അവർ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന ഒരു ന്യായീകരണത്തിൽ ഞങ്ങൾ മുതിർന്നില്ലെന്നേ. കോൺഗ്രസിന് ഈ പറയുന്ന പരാതി ഉന്നയിച്ച ആളുകൾ, കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരിൽ അർപ്പിച്ച വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ ഈ കാര്യത്തിൽ പരാതി ഉന്നയിച്ച ഒരാളെ അപമാനിക്കാനില്ല, പരാതിക്കാരിക്കെതിരെ ഉന്നയിക്കുന്ന ആളുകളെ അപഹസിക്കാനില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ തുറന്ന സമീപനം. പരാതിക്കാരിയെ അപഹസിക്കാനില്ല എന്ന് അനൂപ് ഇപ്പൊ പറയുന്നു. ഇന്നലെ പാനലിസ്റ്റുകൾ, അനൂപ് അടക്കമുള്ള പാനലിസ്റ്റുകൾ TV-യിൽ പറഞ്ഞു. ഇന്ന് രാവിലെ VK ശ്രീകണ്ഠൻ പറഞ്ഞത് കേട്ടതാണ്. അങ്ങ് വന്നു പോകുന്നല്ലോ, പിന്നീട് തിരുത്തി മാപ്പൊക്കെ പറഞ്ഞു. പക്ഷേ പറഞ്ഞത് തന്നെയാണല്ലോ. VK ശ്രീകണ്ഠനല്ല, ആര് പറഞ്ഞാലും ഇക്കാര്യത്തിൽ കേരളത്തിൽ ഞാൻ ആവർത്തിച്ച് അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. UDF-ന്റെ പാർലമെന്ററി പാർട്ടിയുടെ, ഞങ്ങളുടെ രാഷ്ട്രീയ മുന്നണിയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, ഈ പെൺകുട്ടിയെ ഒരു വിവാദത്തിന്റെ കേന്ദ്രബിന്ദുവാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ പെൺകുട്ടിയോട് മകളോടുള്ള സമീപനമാണെന്ന് അദ്ദേഹം പറയുകയും ആ പരാതിക്കാരെ നിഷേധിക്കാത്തിടത്തോളം കാലം ഞങ്ങളുടെ നിലപാട് സുവ്യക്തമാണ്. പരാതിക്കാരിക്ക് ഇപ്പോഴും ഈ സംവിധാനത്തിനകത്ത് വിശ്വാസമുണ്ടെന്ന് ആവർത്തിച്ച് പറയാൻ, അടിവരായിട്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കും.